APJ അബ്ദുൽ കലാം 3ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കാലം. എന്നത്തെയും പോലെ അന്നും രാത്രി ഭക്ഷണത്തിനായുള്ള റൊട്ടി തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ അമ്മ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അമ്മ വളരെയധികം വിഷമത്തിലായിരുന്നു അന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത്. എന്താണ് അമ്മയുടെ വിഷമത്തിന് കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് അന്നുണ്ടാക്കിയ റൊട്ടി വളരെയധികം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഭയങ്കര ഹാർഡുമായിരുന്നു. അദ്ദേഹം തൻ്റെ അച്ഛനെ നോക്കി. അച്ഛൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുമെന്ന് അദ്ദേഹം ഓർത്തു. പക്ഷേ തികച്ചും വ്യത്യസ്തമായാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മുഖവ്യത്യാസവും കൂടാതെ സന്തോഷത്തോടു കൂടി റൊട്ടിയെല്ലാം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം APJയുടെ മനസ്സിൽ അതുതന്നെയായിരുന്നു. അച്ഛൻ എന്തുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്? റൊട്ടി അത്രയും കരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാലും അച്ഛൻ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? അങ്ങനെയായിരുന്നു APJയുടെ ചിന്ത. അദ്ദേഹം അച്ഛൻ ഉറങ്ങുന്നതിന് മുന്നേ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അച്ഛാ, എന്തുകൊണ്ടാണ് അച്ഛൻ ഒന്നും മിണ്ടാതിരുന്നത്? റൊട്ടി അത്രയും കരിഞ്ഞതായിരുന്നില്ലേ? അച്ഛൻ അമ്മയെ വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും പറയാതെ സന്തോഷത്തോടു കൂടി കഴിച്ചത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, മോനെ, നിൻ്റെ അമ്മ ദിവസം മുഴുവനും നമ്മുടെ വീടിനായി കഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ക്ഷീണം കാരണം റൊട്ടി ചെറുതായി കരിഞ്ഞു പോയിട്ടുണ്ടാവാം. അദ്ദേഹം പറഞ്ഞു, കരിഞ്ഞ റൊട്ടി ആരെയും വേദനിപ്പിക്കില്ല. പക്ഷേ കഠിനമായ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ മനസ്സിനെ വിഷമിപ്പിക്കും. അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു പാഠം എഴുതപ്പെട്ടു. മനുഷ്യരെ അവരുടെ തെറ്റുകളാലല്ല, അവരുടെ ശ്രമത്താൽ വിലയിരുത്തണമെന്ന വലിയ പാഠം.